ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും രാജ്യത്തിനകത്ത് നിർമ്മിക്കാൻ കഴിയുന്നതുമായ എന്തും ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കണമെന്ന ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി GST 2.0 പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോഴായിരുന്നു പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. ഇന്ത്യയിലുടനീളം ഒരു GST സമ്പാദ്യോത്സവത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഈ ഉത്സവം സമ്പാദ്യം വർദ്ധിപ്പിക്കുമെന്നും ജനങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങുന്നത് എളുപ്പമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയെ സ്വാശ്രയമാക്കുന്നതിൽ പ്രധാന ഉത്തരവാദിത്തം രാജ്യത്തെ സൂക്ഷ്മ ചെറുകിട കുടിൽ വ്യവസായങ്ങളായ MSMEകൾക്കാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ യുവാക്കളുടെ കഠിനാധ്വാനവും വിയർപ്പും ചേർന്ന മെയ്ഡ് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഓരോ വീടും സ്വദേശിയുടെ പ്രതീകമായി മാറണമെന്നും ഓരോ കടയും സ്വദേശി ഉൽപ്പന്നങ്ങളാൽ അലങ്കരിക്കപ്പെടണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. നിരവധി വിദേശ ഉൽപ്പന്നങ്ങൾ അറിയാതെ തന്നെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി മാറിയെന്നും പോക്കറ്റിലിരിക്കുന്ന ചീപ്പ് വിദേശിയാണോ സ്വദേശിയാണോ എന്ന് പോലും പലപ്പോഴും പൗരന്മാർ തിരിച്ചറിയുന്നില്ലെന്നും മോദി പറഞ്ഞു. സ്വദേശി മന്ത്രത്തിൽ നിന്ന് ഇന്ത്യയുടെ വളർച്ച വേഗത്തിലാകും. നമ്മുടെ ദൈനംദിന ഉപയോഗത്തിലുള്ള പല വസ്തുക്കളും ഇന്ത്യയിൽ നിർമ്മിച്ചവയല്ല. നമ്മുടെ ജനങ്ങളുടെ കഠിനാധ്വാനവും പ്രയത്നവും കൊണ്ട് നിർമ്മിച്ച മെയ്ഡ് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങൾ നാം വാങ്ങണം. സ്വദേശി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിൽ അഭിമാനിക്കണമെന്നും മോദി പറഞ്ഞു. ചെറുകിട വ്യവസായങ്ങൾ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏറ്റവും ഉയർന്ന ആഗോള നിലവാരം പുലർത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ നാം നിർമ്മിക്കണം. ഇന്ത്യയുടെ നിർമ്മാണം എല്ലാ മാനദണ്ഡങ്ങളെയും അന്തസ്സോടും മികവോടും കൂടി മറികടക്കണം. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം രാജ്യത്തിന്റെ ആഗോള വ്യക്തിത്വവും പ്രശസ്തിയും വർദ്ധിപ്പിക്കണം. ഈ ലക്ഷ്യം മനസ്സിൽ വെച്ച് പ്രവർത്തിക്കാൻ ബന്ധപ്പെട്ട എല്ലാവരോടും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോൾ സ്വാശ്രയ ഇന്ത്യ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുമെന്നും ഓരോ സംസ്ഥാനവും വികസിക്കുമെന്നും ഇന്ത്യ ഒരു വികസിത രാജ്യമായി മാറുമെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. നിർമ്മാണത്തിന് ഉത്തേജനം നൽകിക്കൊണ്ടും നിക്ഷേപത്തിന് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടും സ്വദേശി അഭിയാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹം എല്ലാ സംസ്ഥാന സർക്കാരുകളോടും അഭ്യർത്ഥിച്ചു.